കോഴിക്കോട് പയ്യോളിയിൽ നവവധു ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ചേലിയ സ്വദേശി ആർദ്ര ബാലകൃഷ്ണനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8:30യോടെയാണ് തൂങ്ങിയ നിലയിൽ ആർദ്രയെ കണ്ടെത്തിയത്. ഫെബ്രുവരി 2-നായിരുന്നു വിവാഹം. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, ഫെബ്രുവരി 2-ന് മാത്രമാണ് വിവാഹം കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 1 മാസം തികയും മുമ്പ് ആ നവവധു തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. എപ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ, ആർദ്രയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്? പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ആർദ്രയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ ഫെബ്രുവരി 2-ാം തീയതിയായിരുന്നു ആർദ്രയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഭർത്തൃവീട്ടിലായിരുന്നു ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. ഈ ആർദ്രയുടെ ബന്ധുക്കളുമായി, അമ്മാവനുമായി ഞാൻ സംസാരിച്ചിരുന്നു. സംസാരിക്കുമ്പോൾ അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ആർദ്ര ഈ ഭർത്തൃവീട്ടിൽ ഉണ്ടായിരുന്നതായി ആർദ്ര പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭർത്താവിന്റെ കുടുംബവുമായോ ഉണ്ടായിരുന്നതായി ആർദ്രയുടെ ബന്ധുക്കളോടോ കുടുംബാംഗങ്ങളോടോ ആരോടും തന്നെ പറഞ്ഞതായിട്ട് അവർക്ക് അറിവില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉള്ളതായിട്ട് അറിവില്ല. എന്താണ് സംഭവിച്ചതെന്നതിനെ പറ്റി ഒരു വ്യക്തത ഇതുവരെയും കുടുംബത്തിന് വന്നിട്ടില്ല. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ആർദ്രയെ കണ്ടെത്തുന്നത്. നിലവിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തത ഈ കുടുംബാംഗങ്ങൾക്ക് ഇതുവരെയും വന്നിട്ടില്ല. കാരണം കഴിഞ്ഞ വെറും 20 ദിവസത്തെ അല്ലെങ്കിൽ 28 ദിവസത്തോളമായിട്ടേ ഉള്ളൂ ഇവരുടെ ഈ ഒരു വിവാഹം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നതിലെല്ലാം തന്നെ കുടുംബാംഗങ്ങൾ, അതായത് ആർദ്രയുടെ മാതാപിതാക്കളടക്കം പറയുന്നത് അത്തരത്തിലൊരു പ്രശ്നമുള്ളതായി ആർദ്ര ഇതുവരെയും തങ്ങളോട് പറഞ്ഞിട്ടില്ല. തങ്ങൾക്ക് അത്തരത്തിലൊന്നും തന്നെ അറിവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റെന്തെങ്കിലും കാരണമാണോ ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നതിനെ പറ്റി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്.